ഹലോ ഗായ്സ്, അങ്ങനെ പണിപ്പുരയിൽ കയറാനുള്ള അവസരം എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ്. അവരുടെ എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ബിഗ് ബോസ് കൊടുക്കാതെ എല്ലാം പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് കൊടുത്ത ഈ ഒരു നാടോടികളുടെ എന്തിനി പറയുന്ന നാടോടികൾ എന്നല്ലേ പറയാൻ പറ്റുമോ, നമുക്ക് ഏതെങ്കിലും പാലത്തിൻ്റെ കീഴിലൊക്കെ നാടോടികൾ ജീവിക്കില്ല, അതുപോലുള്ള ഒരു ഡ്രസ്സും ഇട്ടുകൊണ്ട് ഇത്ര വലിയ ബംഗ്ലാവിലുള്ള കുറേ നാടോടികളെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു നമുക്കിതുവരെ തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഡ്രസ്സൊക്കെ കിട്ടി, ഇനി അവരുടെ മേക്കപ്പ് സാധനങ്ങൾ കിട്ടി, അവർക്ക് ഷേവ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവരവർ എവിടെ എന്തൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ അതെല്ലാം ബിഗ് ബോസ് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഗായ്സ്. തിരിച്ചെടുക്കുന്നത് ഒരു വലിയ പണിയായിരുന്നു കേട്ടോ. പണിപ്പുരയിൽ കയറിയിട്ട് എല്ലാവരുടെയും സാധനങ്ങൾ പല പല ബോക്സുകളിലാക്കി, എന്ന് പറഞ്ഞാൽ പാക്കറ്റുകളാക്കി പേരെഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസ് അവരുടെ ക്രൂവിന് ഒരു കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഇവരും എല്ലാവരും അവരവരുടെ സാധനങ്ങളെല്ലാം തപ്പിയെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് അതുപോലെ തന്നെ ആ പാക്കറ്റൊക്കെ അഴിച്ച് എന്നിട്ട് അവരവരുടെ സാധനങ്ങൾ അവരവരുടെ കബോർഡിൽ നിറയ്ക്കണം. അപ്പോൾ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്, ഒരു നല്ല ജോലിയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഞാനത് ഒരു കൗതുകത്തോടെ എടുത്ത് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസാണ്. അനുമോളുടെ ആദ്യം തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു, തുള്ളിച്ചാടി പോവായിരുന്നു. അനുമോളുടെ സാധനങ്ങളൊക്കെ പിടിച്ചു പറിക്കാനൊക്കെ ആരും ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. എന്തിനാണോ എന്ത് ഇവരില്ലാത്തവനെ ഈ കൊച്ചിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, എനിക്കറിയത്തില്ല എന്താണ്. അവനെ അങ്ങ് പുറത്ത് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. നിവിൻ പുറത്തു പോയതാണെങ്കിൽ ഇവനെ അങ്ങ് പ്രേക്ഷകരെടുത്ത് വെളിയിൽ കളഞ്ഞെങ്കിൽ മതിയായിരുന്നു. എന്തായാലും അനുമോളുടെ ആ ക്യൂട്ട്നെസ്, അനുമോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ സാധനങ്ങളൊക്കെ സ്വന്തം തലയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുന്ന, ആതിരെ സഹായിച്ച് തലയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്കപ്പോൾ അതിന് കണ്ടപ്പോൾ നല്ലൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്തതുകൊണ്ട് ഞാനതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്ത് വെച്ചതാണ്. ഫോട്ടോസായിട്ട് പിക്സായിട്ട് വിഷ്വൽസ് എടുത്ത് വെച്ചതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. എന്തായാലും അവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. ഇനിയെങ്കിലും ബിഗ് ബോസ് ഹൗസ് നമുക്കത് ലൈവ് കാണുമ്പോൾ ഒരു കളർഫുള്ളായിട്ട് തോന്നണമല്ലോ. ഇതിപ്പോൾ നമ്മൾ ലൈവ് കാണുമ്പോൾ നമുക്ക് അവാർഡ് സിനിമയിലോ ഒക്കെ കാണുന്ന കണക്ക്, അല്ലെങ്കിൽ ഈ ഗോശ്രീ പാലത്തിനടിയിൽ താമസിക്കുന്ന നാടോടികളെ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഫുൾ അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ